പശ്ചിമേഷ്യൻ സംഘർഷം രാജ്യത്തെ അടുക്കളകളെ ഗുരുതരമായി ബാധിച്ചു തുടങ്ങി. വാണിജ്യ സിലിണ്ടറുകൾക്ക് പിന്നാലെ ഗാർഹിക സിലിണ്ടറുകളും ലഭിക്കാതായതോടെ ജനം പരിഭ്രാന്തരാണ്. എണ്ണക്കമ്പനികൾ ബുക്കിംഗ് സ്വീകരിക്കാതായതോടെ രാജ്യത്ത് പലയിടത്തും LPG കേന്ദ്രങ്ങൾക്ക് മുന്നിൽ 2 ദിവസമായി നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സിലിണ്ടർ ക്ഷാമം രൂക്ഷമായതോടെ രാജ്യത്തുടനീളം ഹോട്ടലുകളുടെയും ചെറുകിട ഭക്ഷണശാലകളുടെയും പ്രവർത്തനം താളം തെറ്റിയിരിക്കുകയാണ്. 2 ദിവസത്തിനുള്ളിൽ ഭക്ഷണശാലകൾ പൂർണ്ണമായും അടച്ചിടേണ്ട അവസ്ഥയിലെത്തുമെന്ന് നാഷണൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ പറയുന്നു. പ്രതിവർഷം 6.6 ലക്ഷം കോടി രൂപയുടെ ഇടപാടാണ് ഹോട്ടൽ റെസ്റ്റോറന്റ് മേഖലയുടേത്. ഒരൊറ്റ ദിവസം അടഞ്ഞുകിടന്നാൽ ഏകദേശം 1200 കോടി രൂപ മുതൽ 1300 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടാവുക എന്നാണ് അവർ വ്യക്തമാക്കിയത്. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം 20% ഭക്ഷണശാലകൾ അടച്ചു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ വിഭവങ്ങൾ പരിമിതപ്പെടുത്തി. 2-3 ദിവസത്തേക്കുള്ള ഇന്ധനം അവശേഷിക്കുന്നതിനാൽ 2 ദിവസം കൂടി മുന്നോട്ട് നീങ്ങാമെന്ന് വൻകിട ഭക്ഷണശാലകൾ പറയുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ചെറിയ ഭക്ഷണശാലകൾ പലതും അടച്ചിട്ടിരിക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ക്യാന്റീനിൽ പ്രധാന വിഭവങ്ങളായ ബിരിയാണി, ദാൽ മഖാനി, ഷാഹി പനീർ പോലുള്ളവ ഉണ്ടാക്കുന്നത് നിർത്തി. ഇന്ധനക്ഷാമമാണ് കാരണമെന്ന നോട്ടീസും ക്യാന്റീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുംബൈയിലും പരിസരങ്ങളിലുമുള്ള 20% റെസ്റ്റോറന്റുകൾ അടച്ചു കഴിഞ്ഞു. IT നഗരമായ ബാംഗ്ലൂരിലും സ്ഥിതികൾ വ്യത്യസ്തമല്ല. ചെറിയ റെസ്റ്റോറന്റുകളിൽ ചായയും കാപ്പിയും മാത്രമാണ് ലഭിക്കുന്നത്. ഗെയിൽ പൈപ്പ് ലൈനിൽ നിന്നുള്ള ഇന്ധനം ഉപയോഗിക്കുന്ന 15% ഭക്ഷണശാലകളിൽ ഇതുവരെ പ്രതിസന്ധിയില്ല. തമിഴ്നാട്ടിൽ ഗാർഹിക ആവശ്യത്തിനുള്ള LPG 20 മുതൽ 25 ദിവസത്തേക്ക് വരെ ലഭ്യമാണെങ്കിലും വ്യാവസായിക സിലിണ്ടറുകളുടെ കാര്യത്തിൽ കടുത്ത ക്ഷാമമാണ്. പശ്ചിമ ബംഗാൾ, പഞ്ചാബ്, ചണ്ഡീഗഡ്, ഒഡീഷ, മധ്യപ്രദേശ്, ബീഹാർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ പ്രധാന നഗരങ്ങളിലും ഭക്ഷണശാലകളുടെ പ്രവർത്തനം നിലച്ചു തുടങ്ങി. സംസ്ഥാനത്തും പാചകവാതക ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതായതോടെ ഹോട്ടലുകൾ പ്രതിസന്ധിയിലാണ്. പലയിടത്തും ഹോട്ടലുകൾ പൂട്ടി തുടങ്ങി. ചില ഹോട്ടലുകൾ മെനു വെട്ടിക്കുറച്ചാണ് മുന്നോട്ട് പോകുന്നത്.